വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. മൾട്ടിപ്പിൾ റിപ്പോർട്ടുകൾ പ്രകാരം ആൻഡ്രിയ ബെർട്ട മുൻ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ആഴ്സണലിലെ സ്പോർട്ടിംഗ് ഡയറക്ടറാവും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടോക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആൻഡ്രിയ ബെർട്ടനെ കുറിച്ച് നോക്കാം. അത്ലറ്റിക്കോ മാഡ്രിഡിനെ റീബിൽഡ് ചെയ്ത അല്ലെങ്കിൽ അതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ച ഒരു ടോപ്പ് ഒഫീഷ്യലാണ് ആൻഡ്രിയ ബെർട്ട. അപ്പോൾ അദ്ദേഹം 2013 തൊട്ട് ഈ കഴിഞ്ഞ മാസം ജനുവരി 2025 വരെ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് നമുക്കറിയാം അത്ലറ്റിക്കോയ്ക്ക് വലിയ മാറ്റങ്ങൾ നടന്നൊരു സമയമാണ്. അവർ ട്രോഫികളൊക്കെ ആക്ച്വലി ജയിക്കാൻ തുടങ്ങി, ലാലിഗ നേടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലും വലിയൊരു ഫോഴ്സ് ആയിട്ട് വരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. 2 തവണ അവർക്ക് ഫൈനലിൽ കളിക്കാൻ സാധിച്ചിരുന്നു ചാമ്പ്യൻസ് ലീഗിൻ്റെ. പക്ഷേ അവിടെ അതല്ല കാര്യം. ഇപ്പോൾ അത്ലറ്റിക്കോൻ്റെ 2010 മുമ്പ് അവരെവിടെയാണ് കിടന്നത് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം പീരീഡിൽ സംഭവിച്ചത് വലിയ ഒരു ചേഞ്ച് തന്നെയാണ്. അവർക്ക് വലിയൊരു ഫോഴ്സായി മാറാൻ സാധിച്ചു എന്നുള്ളത് കമൻറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുമാത്രം ഫിനാൻഷ്യലി ഈ പ്രീമിയർ ലീഗിലെ കാണുന്നവർ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഓണറൊന്നും ഉണ്ടായിട്ടല്ല. അവർക്ക് ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് പലപ്പോഴും പ്ലെയേഴ്സിനെ വലിയ തുകയ്ക്ക് വിറ്റിട്ടാണ് അതിന് പകരം റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്ന് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ച ഒരാളാണ് ആൻഡ്രിയ ബെർട്ട എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ബേസിക്കലി ഇറ്റലിക്കാരനാണ്. അപ്പോൾ ഇറ്റലിയിൽ ഇയാളുടെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കരിയറാണ്. ഇതും ബാങ്കിങ് മേഖലയിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഒരു ലോവർ ഡിവിഷൻ ക്ലബിലേക്ക് പോയി, കാർപ്പൻഡോലോ എന്ന് പറയുന്ന ക്ലബിലേക്ക്, പിന്നെ പാർമ, ജനോവ, അതിനൊക്കെ ശേഷമാണ് പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ആദ്യം ഒരു സ്കൗട്ടായി വന്നു. അതിനുശേഷം ടെക്നിക്കൽ ഡയറക്ടറായി, പിന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായി. പിന്നെ അദ്ദേഹം അത്ലറ്റിക്കോയിൽ നടത്തിയിട്ടുള്ള സൈനിങ്സും കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സൈനിങ്സും ഉണ്ട്, അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്ലോപ്പ് സൈനിങ്സും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ക്ലബ്ബിൽ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ സൈനിങ്ങുകളിലൊന്നാണ് യാൻ ഒബ്ലാക്ക്. 16 മില്യൺ ബെൻഫീക്ക എന്ന താരമാണ്. ലോകത്തിലെ തന്നെ ടോപ്പ് ഗോൾ കീപ്പേഴ്സിൽ ഒരാളായിട്ട് മാറാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഗ്രീസ്മാന് 30 മില്യൺ സോസിഡാഡിയിൽ നിന്ന് വന്നു. അതിനുശേഷം 2019 120 മില്യൺ ബാർസലോണയ്ക്ക് മറിച്ച് വിറ്റു. അതുപോലെ തന്നെ റോഡ്രിനെ സൈറ്റ് ചെയ്തു. വിയാറയിലിൽ നിന്ന് 25 മില്യൺ യൂറോയ്ക്ക് കൊണ്ടുവന്നാണ്. അതിനുശേഷം മറിച്ച് വിറ്റത് 70 മില്യണാണ് മാൻ സിറ്റിക്ക്. പിന്നെ ഫ്ലോപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ജാവോ ഫിലിക്സിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 126 മില്യൺ കൊണ്ടുവന്ന ഒരു പ്ലെയറാണ്, വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചിട്ട്. അതുപോലെ തന്നെ ലെമാർ 70-75 മില്യൺ കൊണ്ടുവന്ന പ്ലെയറാണ്, അത്രയധികം സക്സസ്ഫുൾ ആയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലാസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോയിൽ ഭീകരമായ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം ക്ലബ്ബിൽ നിന്ന് പടി ഇറങ്ങുന്നത്. ഇപ്പോൾ അൽവാരസിന് 75 മില്യൺ കൊണ്ടുവന്നു, ലെനോർമണ്ടിനെ കൊണ്ടുവന്നു, ഗല്ലഗറിനെ കൊണ്ടുവന്നു, സൊർലോത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് ലീഗിലേക്ക് നോക്കി കഴിയുമ്പോൾ കാണാനുണ്ട്. അവർ കാര്യമായിട്ട് തന്നെ അത്ലറ്റിക്കോ ടൈറ്റിൽ ചലഞ്ചിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലം 2024 അത്ലറ്റിക്കോ പുതിയൊരാളെ കൊണ്ടുവന്നിരുന്നു, ഡയറക്ടർ ഓഫ് ജനറൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ് കാർലോസ് ബുക്കിയറോ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അദ്ദേഹവും ഈ ബെർട്ടയായിട്ട് ചെറിയ ക്ലാഷൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ സൈഡ് ലൈൻ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇവഞ്ച്വലി ക്ലബ്ബ് വിടുന്നത്. അപ്പോൾ എന്തായാലും എഡു പോയ ഗ്യാപ്പിലേക്കാണ് ആഴ്സണൽ ബെർട്ടയെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു സ്മാർട്ട് സൈനിങ് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം തീർച്ചയായും അദ്ദേഹത്തിന് ടാലൻറ്റിനെ സ്കൗട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ആഴ്സണലിൽ തീർച്ചയായും മെച്ചപ്പെടുത്താനുള്ളൊരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ക്ലബ്ബിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.